വെൽക്കം ടു സിവിൽ ടോക്സ്. മെയ് 6 നടക്കാനിരിക്കുന്ന കേരള PSC ഓവർസിയർ ഗ്രേഡ് 2 എക്സാമിനോടനുബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് PWD ഓവർസിയർ ഗ്രേഡ് 2 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 208/2008 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാക്കിയുള്ള പോർഷൻസ് കൂടെ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് the ratio of different ingredients, cement, sand and aggregates for M200 grade concrete is. Okay, അപ്പോൾ M200 grade concrete ആണെങ്കിൽ ഡിഫറെന്റ് ഇൻഗ്രീഡിയൻസിന്റെ റേഷ്യോ മിക്സ് പ്രൊപ്പോർഷൻ എത്രയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പം M200 നമ്മൾ മിക്സ് പ്രൊപ്പോർഷൻ നോമിനൽ മിക്സസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നോമിനൽ മിക്സസ് നോക്കുകയാണെങ്കിൽ ഫോർ M5 mix proportion is 1:5:10 and for M7.5 1:4:8 and for M10 1:3:6 and for M15 1:1.5:3 1:2:4. Okay, for M15 1:2:4 and for M20 1:1.5:3 and for M25 1:1:2 ആണ് മിക്സ് പ്രൊപ്പോർഷൻ ഫോർ ദി നോമിനൽ മിക്സസ്. ഓക്കെ, ആൻഡ് നമുക്കറിയാം അപ്പോൾ M20 എത്രയാണ്? M20 1:1.5:3 ആണ്. ഓക്കെ, M200 എന്ന് പറയുന്നത് എന്താണ്? വിച്ച് മീൻസ് 200 kg/cm³ ആണ് കംപ്രസീവ് സ്ട്രെങ്ത് അറ്റ് 28 days എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ M20 എന്ന് തന്നെയാണ്, അതായത് M20 എന്നാണെങ്കിൽ എന്താണ് ഈ 20 എന്ന് പറയുന്നത് എന്താണ്? Newton/mm²ലാണ്. അപ്പൊ ഏതാണ് ആൻസർ വരിക? ആൻസർ വരിക ഓപ്ഷൻ സി ആണ്, 1:1.5:3 ആണ്. Then next question is the process of mixing, transporting, placing and compacting the cement concrete should not take more than. Okay, അപ്പം എത്ര മിനിറ്റിനുള്ളിൽ നമ്മൾ ഒരു സിമെന്റ് കോൺക്രീറ്റ് മിക്സ് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് പ്ലേസ് ചെയ്ത് കോമ്പാക്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, വിച്ച് ഈസ് ഓപ്ഷൻ എ 30 minutes ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു പ്രിവെന്റ് സെഗ്രിഗേഷൻ ദ കോൺക്രീറ്റ് ഷുഡ് നോട്ട് ബി ത്രോൺ ഫ്രം എ ഹൈറ്റ് ഓഫ് മോർ ദാൻ. ഓക്കെ, സെഗ്രിഗേഷൻ തടയണമെങ്കിൽ കോൺക്രീറ്റ് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിനും മുകളിൽ നിന്നും ത്രോൺ ചെയ്യാൻ പാടില്ല. അത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ സെഗ്രിഗേഷൻ എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺക്രീറ്റിലുള്ള ഡിഫറെന്റ് കോൺസ്റ്റിറ്റ്യൂവന്റ് മെറ്റീരിയൽസ്, അതായത് സിമെന്റ് പേസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അഗ്രിഗേറ്റ്സ് ആയിക്കോട്ടെ, ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് മെറ്റീരിയൽസ് സെപ്പറേറ്റ് ചെയ്ത് പോകുന്നത്, അതായത് പരസ്പരം സെപ്പറേറ്റഡ് ആയി മാറുന്നതിനെയാണ് അത് നമ്മൾ ഹാൻഡ്ലിങ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കോൺക്രീറ്റിന്റെ പ്ലേസ്മെന്റിന്റെ സമയത്തൊക്കെ അതേപോലെ സെപ്പറേറ്റ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ അങ്ങനെ സംഭവിക്കുന്നതാണ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. മെയിൻലി നമ്മൾ സെഗ്രിഗേഷൻസ് നോക്കുവാണെങ്കിൽ 3 ടൈപ്സ് ഉണ്ട്. ഒന്ന് സിമെന്റ് പേസ്റ്റ് separated from concrete. Okay, cement paste എന്ന് പറയുമ്പോൾ cement plus water. Cement paste is separated from the concrete during plastic stage before hardening. അതായത് സെറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ആ ഒരു പ്ലാസ്റ്റിക് സ്റ്റേറ്റില് കോൺക്രീറ്റിന്റെ പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ വെച്ച് തന്നെ സിമെന്റ് പേസ്റ്റ് അഗ്രിഗേറ്റ്സിൽ നിന്നും അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽസിൽ നിന്നും സെപ്പറേറ്റഡ് ആയി മാറുന്നതാണ് ഒരു ടൈപ്പ്. രണ്ടാമത്തേത് ഏതാണ്? ദ സെപ്പറേഷൻ ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് ഫ്രം കോൺക്രീറ്റ് മിക്സ്ചർ. ഓക്കെ, ഇവിടെ കോഴ്സ് അഗ്രിഗേറ്റ് സെപ്പറേറ്റഡ് ആവുന്നു. ഓക്കെ, ബാക്കിയുള്ള മിക്സ്ചേഴ്സിൽ നിന്നും കോഴ്സ് അഗ്രിഗേറ്റ് ആണ് സെപ്പറേറ്റഡ് ആവുന്നത്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുമ്പോൾ അതിൽ വാട്ടർ സെപ്പറേറ്റ് ഫ്രം ദി കോൺക്രീറ്റ് മിക്സ്. ഓക്കെ, വാട്ടർ സെപ്പറേറ്റ് ഫ്രം കോൺക്രീറ്റ് മിക്സ്. അപ്പൊ ഈ 3 രീതിയിൽ നമുക്ക് സെഗ്രിഗേഷൻസ് പറയാവുന്നതാണ്. ഇനി ഈ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോൺക്രീറ്റിന്റെ സ്ട്രെങ്തിനെയും ഡ്യൂറബിലിറ്റിനെയും ഒക്കെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഈ സെഗ്രിഗേഷൻ ഉണ്ടാകാനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസസ് ഇൻ ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ ഇൻഗ്രീഡിയൻസ്. അതായത് നമ്മുടെ കോൺക്രീറ്റിലുള്ള മെറ്റീരിയൽസിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ വരുന്ന ഡിഫറൻസസ് ഇതിനൊരു റീസൺ ആണ് ഈ സെഗ്രിഗേഷൻ ഉണ്ടാകാനുള്ള. കാരണം ഇപ്പൊ നമ്മൾ അഗ്രിഗേറ്റ്സ് എടുക്കുകയാണെങ്കിൽ അഗ്രിഗേറ്റ്സിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 2.6 to 2.7. ഓക്കെ, അഗ്രിഗേറ്റ്സിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്നത് 2.6 to 2.7 ഒക്കെയാണ്. ആൻഡ് ഫോർ സിമെന്റ് നോക്കുവാണെങ്കിലോ സിമെന്റിന് ഒരു 3.1 to 3.6 ഒക്കെ വരെ വരാം, റേഞ്ച് ചെയ്യാം. ഓക്കെ,
അപ്പോൾ ഈ സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ വരുന്ന ഈ ഡിഫറൻസസ് കാരണം നമ്മുടെ അഗ്രിഗേറ്റ്സ് ബാക്കിയുള്ള മെട്രിക്സിൽ നിന്നും സെപ്പറേറ്റഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ബാഡ് വൈബ്രേഷൻസ്, അതായത് കോമ്പാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോൺക്രീറ്റിന് സോ മച്ച് വൈബ്രേഷൻസ് കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, എസ്പെഷ്യലി വിത്ത് നീഡിൽ വൈബ്രേറ്റേഴ്സ് ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ വളരെയധികം വൈബ്രേഷൻസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഹെവിയർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഒക്കെ എന്ത് ചെയ്യും, നമ്മുടെ കോൺക്രീറ്റ് മിക്സിന്റെ ബോട്ടത്തിൽ വന്ന് സെറ്റിൽ ആവും. ഓക്കെ, അപ്പൊ അങ്ങനെ വൈബ്രേഷൻ ചെയ്യുമ്പോൾ അത് ഒരുപാട് എക്സസീവ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നത്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് നമ്മൾ കോൺക്രീറ്റ് ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ നിന്നും ഡ്രോപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ത്രോൺ ചെയ്യുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സെഗ്രിഗേഷന് റീസൺ ആവുന്നത് എത്രമാത്രം ഹൈറ്റിന് കൂടുതലായിട്ട് ത്രോൺ ചെയ്യുമ്പോഴാണെന്നുള്ളത്. ഓക്കെ, അപ്പം അത് വരുന്നത് ആസ് പെർ ദി കോഡ് അനുസരിച്ചിട്ട് വരുവാണെങ്കിൽ വിച്ച് ഈസ് 1.5 മീറ്റർ ആണ് ആസ് പെർ കോഡ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് അനുസരിച്ചിട്ട്. ബട്ട് ഫോർ പി എസ് സി ആൻസർ ആയിട്ട് അവർ കൊടുത്തിരുന്നത് 1 മീറ്റർ ആയിരുന്നു. അപ്പൊ അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട് ആക്ച്വലി. ബട്ട് ആസ് പെർ കോഡ് ഇറ്റ് ഈസ് 1.5 മീറ്റർ. ഓക്കെ, അപ്പം ഇത്രയുമാണ് റീസൺസ്. ഓക്കെ, ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ വരുന്ന ഡിഫറൻസ്, മറ്റൊന്ന് എക്സസീവ് വൈബ്രേഷൻ, മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഒരു 1.5 മീറ്ററിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ 1 മീറ്ററിനേക്കാളോ അല്ലെങ്കിൽ 1.5 മീറ്ററിനേക്കാളോ കൂടുതൽ ഹൈറ്റിൽ നിന്നും നമ്മൾ കോൺക്രീറ്റിനെ ഡ്രോപ്പ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് അതിനുള്ള റീസൺസ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എയർ എൻട്രെയിനിങ് ഏജൻസ് ഒക്കെ യൂസ് ചെയ്യുക. ഓക്കെ, നമ്മുടെ കോൺക്രീറ്റ് മിക്സിൽ എയർ എൻട്രെയിനിങ് ഏജൻസി യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സപ്ലിമെന്ററി സിമെന്റീഷ്യസ് മെറ്റീരിയൽസ് ഒക്കെ ആഡ് ചെയ്യുന്നതൊക്കെ ഒരു പരിധി വരെ, അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള പ്രപ്പോർഷനിങ്, കോൺക്രീറ്റ് മിക്സിന്റെ പ്രോപ്പർ ആയിട്ടുള്ള പ്രപ്പോർഷനിങ്, ഇതെല്ലാം സെഗ്രിഗേഷനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഓരോ മെഷേഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Vickert's apparatus is used to perform dash test. നമുക്കറിയാം Vickert apparatus is used for cement test. അതെ, സിമെന്റ് ടെസ്റ്റിലാണ് നമ്മൾ Vickert apparatus യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആ Vickert apparatus ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിനെ എന്തെന്നാ പറയാ, വിച്ച് ഇസ് കൺസിസ്റ്റൻസി ടെസ്റ്റ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. നമുക്ക് ഈ ഓരോ ടെസ്റ്റും ജസ്റ്റ് ഒന്ന് നോക്കാം. ഫൈനസ് ടെസ്റ്റ്. ഫസ്റ്റ് നമ്മൾ ഫൈനസ് ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഫൈനസ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സിമെന്റ് പാർട്ടിക്കിൾസിന്റെ ഫൈനസ് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ്. അത് മെയിൻലി 2 ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് സീവ് ടെസ്റ്റ്, 2 എയർ പെർമിയബിലിറ്റി ടെസ്റ്റ്. ഓക്കെ, സീവ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ വെയിറ്റ് ഓഫ് ദി, അതായത് ഈ സീവ് IS സീവ് 90 മൈക്രോൺ അല്ലെങ്കിൽ IS സീവ് നമ്പർ ആണെങ്കിൽ 9 ആയിട്ടുള്ള ഈ സീവില് സിമെന്റിനെ ഈ ഒരു പെർട്ടിക്കുലർ സീവിലൂടെ സീവ് ചെയ്യുമ്പോൾ ദ വെയിറ്റ് ഓഫ് റെസിഡ്യൂ ലെഫ്റ്റ് ആഫ്റ്റർ സീവ് ഈസ് ഷുഡ് നോട്ട് ഗ്രേറ്റർ ദാൻ 10%. ഓക്കെ, അതായത് ഒരു OPC ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിന്റെ കേസിലാണെങ്കിൽ 90 മൈക്രോൺ സീവിലൂടെ അല്ലെങ്കിൽ IS നമ്പർ 9 ആയിട്ടുള്ള സീവിലൂടെ സീവ് ചെയ്യുമ്പോൾ അതിൽ ലെഫ്റ്റ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ സീവില് ലെഫ്റ്റ് ചെയ്യുന്ന വെയിറ്റ് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ഗ്രേറ്റർ ദാൻ 10% ആയിരിക്കണം ഫോർ OPC. അതാണ് സീവ് മെത്തേഡിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. എയർ പെർമിയബിലിറ്റി ടെസ്റ്റിലാണെങ്കിൽ ഇവിടെ നമ്മൾ ഫൈനസ് കണ്ടുപിടിക്കുന്നത് ഇൻ ടേംസ് ഓഫ് സ്പെസിഫിക് സർഫസ് ഏരിയയിലാണ്. ഓക്കെ, സ്പെസിഫിക് സർഫസ് ഏരിയയുടെ ടേംസിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, എയർ പെർമിയബിലിറ്റി ടെസ്റ്റ് അനുസരിച്ചിട്ട് ഫൈനസ് കണ്ടുപിടിക്കുന്നത്. സ്പെസിഫിക് സർഫസ് ഏരിയ മീൻസ് ഏരിയ പെർ മാസ് അല്ലേ, ദ റേഷ്യോ ഓഫ് ഏരിയ പെർ മാസ്. ഇനി അതിന്റെ റേഞ്ച് വരുന്നത് ഇപ്പൊ സ്പെസിഫിക് സർഫസ് ഏരിയ ഷുഡ് നോട്ട് ഗ്രേറ്റർ ദാൻ 2250 സെന്റിമീറ്റർ സ്ക്വയർ പെർ ഗ്രാം ആണ് ഫോർ OPC. ഒരു ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് കേസിലാണെങ്കിൽ സ്പെസിഫിക് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2250 സെന്റിമീറ്റർ സ്ക്വയർ പെർ ഗ്രാമിനേക്കാൾ കുറയാൻ പാടില്ല. ഓക്കെ, ആ ഒരു വാല്യൂ ഓർത്തിരിക്കുക. ദെൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൺസിസ്റ്റൻസി ടെസ്റ്റ്. കൺസിസ്റ്റൻസി ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റിംഗ് ടൈം ടെസ്റ്റ് അതുപോലെ സൗണ്ട്നെസ് ടെസ്റ്റിന്റെ ഒക്കെ പ്രീ ടെസ്റ്റ് ആയിട്ട് അതിന് മുന്നോടിയായിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഈ കൺസിസ്റ്റൻസി ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ഉള്ള ഒരു സിമെന്റ് പേസ്റ്റ് നമുക്ക്
പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എത്രമാത്രം പെർസെൻറ്റേജ് ഓഫ് വാട്ടർ ആഡ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതായത് this test is conducted to determine the percentage of water. Okay, the percentage of water required for preparing cement paste of standard consistency. Okay, സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ഉള്ള ഒരു സിമെന്റ് പേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എത്രമാത്രം പെർസെൻറ്റേജ് ഓഫ് വാട്ടർ ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് കൺസിസ്റ്റൻസി ടെസ്റ്റ് വഴി നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് ആണ് വികറ്റ്സ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ വികറ്റ് അപ്പാരറ്റസ് ഉപയോഗിച്ചിട്ട് കൺസിസ്റ്റൻസി മാത്രമല്ല ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും അതുപോലെ തന്നെ ഫൈനൽ സെറ്റിംഗ് ടൈമും നമ്മൾ കണ്ടുപിടിക്കുന്നത് വികറ്റ് അപ്പാരറ്റസിൽ തന്നെയാണ്. ഓക്കെ, ആൻഡ് നമ്മൾ കൺസിസ്റ്റൻസി ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ഡിഫൈൻ ചെയ്യുന്നത്? The cement paste is said to be in standard consistency if the plunger, അതായത് പ്ലഞ്ചർ വിക്കറ്റ് അപ്പാരറ്റസിൽ പ്ലഞ്ചർ എന്ന് പറയുന്ന 50 mm ലെങ്ത്തും 10 mm ഡയമീറ്ററും ആണ് പ്ലഞ്ചറിനുള്ളത്. അപ്പൊ ഇത് വിക്കറ്റ് അപ്പാരറ്റസിൽ ഫിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഈ പ്ലഞ്ചർ നമ്മളിവിടെ ഇങ്ങനെ മോൾഡ് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലഞ്ചർ റിലീസ് ചെയ്യുമ്പോൾ അത് എത്രമാത്രം ഡെപ്തിൽ പെനിട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ആൻഡ് if the plunger is penetrate for a depth of 33 to 35 mm from top, ഇത്രയുമാണ് ടോപ്പിൽ നിന്നും പെനിട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു 5 to 7 mm from the ബോട്ടത്തിൽ നിന്നും ഒരു 5 to 7 mm, ടോപ്പിൽ നിന്നാണെങ്കിൽ ഒരു 33 to 35 mm ആണ് പ്ലഞ്ചർ പെനിട്രേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതാണ് അതിന്റെ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഓക്കെ, the cement paste is said to be standard consistency if the plunger is penetrates for a depth of 33 to 35 mm from top. Okay, then ഇനി നമുക്ക് നോക്കുവാണെങ്കിൽ ഓപ്ഷൻ നോക്കാം. അടുത്തൊരു ടെസ്റ്റ് വരുന്നത് കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് ആണ്. കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീനിൽ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു മോർട്ടാർ, അത് 1:3 റേഷ്യോയിലുള്ള മോർട്ടാർ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ക്യൂബ് സൈസ് എന്ന് പറയുന്നത്, ക്യൂബിന്റെ സൈസ് 7.07 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ എടുക്കുന്ന വാട്ടറിന്റെ പെർസെൻറ്റേജ്, അതായത് കംപ്രഷൻ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എടുക്കുന്ന പെർസെൻറ്റേജ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് P/4 + 3% ആണ് ഓഫ് കമ്പൈൻഡ് വെയിറ്റ് ഓഫ് സിമെന്റ് പ്ലസ് സാൻഡ്. അതായത് പി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, നമ്മൾ വിക്കറ്റ് അപ്പാരറ്റസ് വഴി കണ്ടുപിടിച്ച കൺസിസ്റ്റൻസി ടെസ്റ്റ് വഴി നമ്മൾ ഒരു വാല്യൂ കണ്ടുപിടിക്കുമല്ലോ, സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ട് ആ വാല്യൂ ആണ് പെർസെൻറ്റേജ് ഓഫ് വാട്ടർ റിക്വയർഡ് ഫോർ പ്രിപ്പയറിംഗ് സിമെന്റ് പേസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി. അതാണ് പി എന്ന് പറയുന്നത്. അപ്പൊ ആ P/4 + 3% ഓഫ് കമ്പൈൻഡ് വെയിറ്റ് ഓഫ് സിമെന്റ് പ്ലസ് സാൻഡ് ആണ് നമ്മൾ എടുക്കുന്ന വാട്ടർ ഫോർ പ്രിപ്പയറിംഗ് ദിസ് ക്യൂബ്. ഓക്കെ, and finally നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ the compressive strength should not less than 11.5 Newton per mm square at the end of 3 days and should not less than 17.5 Newton per mm square at the end of 7 days. Okay, അപ്പോൾ ഇതാണ് കംപ്രസീവ് സ്ട്രെങ്ത് വഴി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതായത് കംപ്രസീവ് സ്ട്രെങ്ത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ 1:3 റേഷ്യോ ഉള്ള മോർട്ടാർ എടുത്തു, P/4 + 3% വാട്ടർ ആണ് ആഡ് ചെയ്തത്. ദെൻ അങ്ങനെ കാസ്റ്റ് ചെയ്തെടുത്ത ക്യൂബ് കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീനിൽ ലോഡ് കൊടുത്ത് നമ്മൾ അതിനുശേഷം കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് നോക്കി കഴിയുമ്പോൾ അതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് വാല്യൂ എന്ന് പറയുന്നത് 3 ഡേയിലാണെങ്കിൽ ഷുഡ് നോട്ട് ലെസ് ദാൻ 11.5 Newton per mm square ആൻഡ് ഫോർ 7 day ഇറ്റ് ഷുഡ് നോട്ട് ലെസ് ദാൻ 17.5 Newton per mm square. ഓക്കെ, ദെൻ അടുത്തത് സൗണ്ട്നെസ് ടെസ്റ്റ്. സൗണ്ട്നെസ് ടെസ്റ്റ് എന്ന് പറയുന്നതും നമ്മൾ സൗണ്ട്നെസ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ലേറ്റ് ഷാലിയർ അപ്പാരറ്റസിലാണ്. ഓക്കെ, ലേറ്റ് ഷാലിയർ അപ്പാരറ്റസിലാണ്. ഇവിടെ നമ്മൾ എടുക്കുന്ന പെർസെൻറ്റേജ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്, ഓക്കെ, പെർസെൻറ്റേജ് ഓഫ് വാട്ടർ ഇസ് 0.78 p ആണ്. പി എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി. നമ്മൾ ഓൾറെഡി പറഞ്ഞു കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റിന്റെയും സൗണ്ട്നെസ് ടെസ്റ്റിന്റെയും സെറ്റിംഗ് ടൈം ടെസ്റ്റിന്റെ ഒക്കെ പ്രീ ടെസ്റ്റ് ആണ് സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി. അപ്പൊ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ടെസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഈ വാല്യൂ ആണ് നമ്മൾ അത്രയും പെർസെൻറ്റേജ്, അതിന്റെ 78% ആണ് നമ്മൾ സൗണ്ട്നെസ് ടെസ്റ്റിന് ഉപയോഗിക്കുന്നത്. ഓക്കെ,
ആൻഡ് ഈ സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ലെഫ്റ്റ് ചാലിയർ അപ്പാരറ്റസിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ആ അപ്പാരറ്റസിൽ ഉണ്ടാവുന്ന എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ഗ്രേറ്റർ ദാൻ 10 mm ആയിരിക്കണം. ഇതാണ് അവിടുത്തെ ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു റീഡിങ്സ് ഇൻഡിക്കേറ്റ്സ് ദി എക്സ്പാൻഷൻ ഓഫ് സിമെന്റ്. അതായത് ടെസ്റ്റിന് മുന്നേ ഉള്ളത് ഇനീഷ്യൽ ആയിട്ടുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. അതിനുശേഷം ടെസ്റ്റിന് ശേഷം എത്രമാത്രം എക്സ്പാൻഷൻ സംഭവിച്ചിട്ടുള്ളത് നമ്മൾ ഫൈനൽ റീഡിംഗ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കും. Okay, and that should not greater than 10 mm for an OPC. Okay, next question നോക്കാം. Surveying is the art of determining the dash position of different features on the surface of the earth. നമ്മൾ സർവേയിങ്ങിന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ തന്നെ എന്താ പറയുന്നത്? ഇറ്റ്സ് ആർട്ട് ഓഫ് ഡിറ്റർമൈനിങ് ദ റിലേറ്റീവ് പൊസിഷൻ അല്ലെ. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്, റിലേറ്റീവ് പൊസിഷൻ. അതായത് ഒന്നിനോട് അനുബന്ധമായിട്ട് മറ്റേതിന്റെ പൊസിഷൻ എന്താണ് എന്നുള്ളത്. റിലേറ്റീവ് പൊസിഷൻ ഓഫ് ഡിഫറെന്റ് ഫീച്ചേഴ്സ് ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്ജക്റ്റ് ഓഫ് സർവേയിങ് ഈസ് ദ പ്രിപ്പറേഷൻ ഓഫ് ഡാഷ് ഓഫ് ദി ഏരിയ. നമ്മൾ സർവേയിങ് എടുക്കുകയാണെങ്കിൽ സർവേയിങ് നമ്മൾ ചെയ്യുന്നതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ടു പ്രിപ്പയർ ദി മാപ്പ് ഓർ പ്ലാൻ അല്ലെ. ടു പ്രിപ്പയർ ദി മാപ്പ് ഓർ പ്ലാൻ. ഇതാണ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് സർവേയിങ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഏതൊരു ടൈപ്പ് ഓഫ് സർവേയിങ് ചെയ്താലും അൾട്ടിമേറ്റ്ലി നമ്മൾ അതിൽ നിന്നും ഒരു പ്ലാൻ അല്ലെങ്കിൽ മാപ്പ് ആണ് മനസ്സിലാക്കുക അല്ലെ, പ്രിപ്പയർ ചെയ്യുക. ദെൻ ഇത് കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സർവേയിങ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ്? ഇൻ ഓർഡർ ടു കാൽക്കുലേറ്റ് ദ ഏരിയ ആൻഡ് വോളിയം. വോളിയം കണ്ടുപിടിക്കണം. ഇപ്പോൾ വോളിയം ഓഫ് എർത്ത് വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഏരിയ ഓഫ് എ പെർട്ടിക്കുലർ ലാൻഡ് കണ്ടുപിടിക്കണമെങ്കിൽ. ദെൻ ഓൾസോ ഇൻ ഓർഡർ ടു സെറ്റിംഗ് ഔട്ട് ഇനി എഞ്ചിനീയറിംഗ് പ്രൊജക്ട്സ്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഒരു ഡാം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഹൈവേ പ്രൊജക്ട് ആയിക്കോട്ടെ, അപ്പൊ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് പ്രൊജക്ട് സെറ്റ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ സർവേയിങ് ചെയ്യും. നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് ഏതാണ്? അതായത് പ്രിലിമിനറി സർവേയിങ് എന്ന് പറയുന്നതിന് റെക്കഗ്നൈസൻസ് സർവേ ആണ്. അപ്പൊ പ്രിലിമിനറി സർവേയിൽ നിന്നുമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതൊരു തരത്തിലുള്ള എഞ്ചിനീയറിംഗ് പ്രൊജക്ട്സ് ആണെങ്കിലും അല്ലെ. അപ്പം ഇതെല്ലാം ഒബ്ജക്റ്റീവ്സ് ഓഫ് സർവേയിങ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പ്രിപ്പയറിംഗ് ഓഫ് മാപ്പ് ആൻഡ് പ്ലാൻ ആണ്. നമ്മളിവിടെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ പ്ലാനും തന്നിട്ടുണ്ട്, മാപ്പും തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. കാരണം രണ്ടും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ഏരിയയുടെ മാപ്പാവും. ഇപ്പൊ അത് ഒരു ജിയോഡക്റ്റിക് സർവേ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്നും മാപ്പാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ ഒരു പ്ലെയിൻ സർവേയിങ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഏതായിരിക്കും? പ്ലാൻ ആണ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബ്രാഞ്ച് ഓഫ് സർവേയിങ് വിച്ച് ഡീൽസ് വിത്ത് ദി മെഷർമെന്റ് ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ. വെർട്ടിക്കൽ പ്ലെയിനിലാണെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് സർവേയിങ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, ലെവലിംഗ് ആണ് അല്ലെ. വെർട്ടിക്കൽ പ്ലെയിനിലാണ് നമ്മൾ മെഷർ, അതായത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് നമ്മൾ അവിടെ മെഷർ ചെയ്യുന്നത് അല്ലെ. ലെവലിംഗ് എന്ന് പറയുന്നത് ഡിഫറെന്റ് പോയിന്റ്സിന്റെ അല്ലെങ്കിൽ ഡിഫറെന്റ് ഒബ്ജക്ട്സിന്റെ വെർട്ടിക്കൽ പൊസിഷൻ. ഓക്കെ, അത് എബവ് ദി എർത്ത് ആണോ, എബവ് ദി ഗ്രൗണ്ട് സർഫസ് ആണോ, അല്ലെങ്കിൽ ബിലോ ദി ഗ്രൗണ്ട് സർഫസ് ആണോ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഓൺ ദ ഗ്രൗണ്ട് സർഫസ് ആണോ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ലെവലിംഗ് അല്ലെ. അപ്പൊ ലെവലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ദ വെർട്ടിക്കൽ പൊസിഷൻ ഓഫ് ഡിഫറെന്റ് പോയിന്റ്സ് എബവ് ഓർ ഓൺ ഓർ ബിലോ ദി എർത്ത് സർഫസ്. ഓക്കെ, ആൻഡ് പ്ലെയിൻ ടേബിൾ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം പ്ലെയിൻ ടേബിൾ സർവേയിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡ്രോയിങ് ബോർഡിനെ വിത്ത് ട്രൈപോഡ്, അതാണ് പ്ലെയിൻ ടേബിൾ എന്ന് പറയുന്നത്. ആൻഡ് പ്ലെയിൻ ടേബിളിംഗ് എന്ന് പറയുന്നത് ഈ പ്ലെയിൻ ടേബിൾ സർവേയിങ് എന്ന് പറയുന്നത് ഈസ് ദ ഗ്രാഫിക്കൽ മെത്തേഡ് ആണ്. ഓക്കെ, ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സർവേയിങ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്ലെയിൻ ടേബിളിംഗ് ആണ്. ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സർവേ അതിൽ നമ്മൾ എങ്ങനെയാണ് ഫീൽഡ് ഒബ്സർവേഷനും പ്ലോട്ടിങ്ങും സൈമിൾട്ടേനിയസ്ലി ഒരേ സമയമാണ് ചെയ്യുന്നത്. അപ്പൊ അത് പ്ലെയിൻ ടേബിളിൽ നിന്ന് വരാവുന്ന ഒരു ക്വസ്റ്റൻ ആട്ടോ. ഗ്രാഫിക്കൽ മെത്തേഡ് ഏതാണെന്നുള്ളതും അതേപോലെ ഫീൽഡിൽ നമ്മൾ ഒബ്സർവേഷൻ എടുക്കുകയും അതിനോടൊപ്പം തന്നെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നതും പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിലാണ്. ദെൻ തിയോഡലൈറ്റ് സർവേയിങ് നോക്കുവാണെങ്കിൽ എന്താണ്? തിയോഡലൈറ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് തിയോഡലൈറ്റ് സർവേയിങ്. ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഹൊറിസോണ്ടൽ ആംഗിളും അതേപോലെ വെർട്ടിക്കൽ ആംഗിളും മെഷർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആൻഡ് അത് അതിന്റെ ഹൊറിസോണ്ടൽ ആക്സിസിലും ഇപ്പൊ തിയോഡലൈറ്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ടെലസ്കോപ്പ് എങ്ങനെയാണ്? ആ ടെലസ്കോപ്പ് ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഹൊറിസോണ്ടൽ ആക്സിസിലും അതേപോലെ തന്നെ വെർട്ടിക്കൽ ആക്സിസിലും റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണത്. ഓക്കെ, അപ്പൊ തിയോഡലൈറ്റിന്റെ
ടെലസ്കോപ്പ് അതിന്റെ വെർട്ടിക്കൽ ആക്സിസിലും അതുപോലെ ഹൊറിസോണ്ടൽ ആക്സിസിലും റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ആംഗിൾസ് മെഷർ ചെയ്യാം. അതായത് ആംഗിൾസ് ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾ, അല്ലെങ്കിൽ വി ക്യാൻ മെഷർ ദി ആംഗിൾസ് ഇൻ ബോത്ത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ബൈ യൂസിങ് തിയോഡിലൈറ്റ്. ഓക്കെ, ചെയിൻ സർവേ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഡയറക്ട്ലി ഫീൽഡിൽ നിന്നും ചെയിനോ ടേപ്പോ ഉപയോഗിച്ചിട്ട് സർവേയിങ് ചെയ്യുന്നതാണ് ചെയിൻ സർവേയിങ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് റീഡിംഗ് പോകുന്നത് അല്ലെ, റീഡിംഗ് എടുക്കുന്നത്. ദെൻ പൈ റേഡിയൻ ഈക്വൽസ് ടു, ഇത് കുട്ടികൾക്ക് വരെ അറിയാവുന്ന ക്വസ്റ്റൻ ആണ്, 180 ഡിഗ്രി ആണ് അല്ലെ. ദെൻ ദ സ്മോളസ്റ്റ് ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് ഇൻ മെട്രിക് സിസ്റ്റം. മെട്രിക് സിസ്റ്റത്തിൽ ഏതാണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ലെങ്ത്തിന്റെ യൂണിറ്റ് എന്ന് നമുക്ക് തന്നിട്ടുള്ളത് ഫീറ്റ്, സെന്റിമീറ്റർ, സെക്കൻഡ്സ് ആൻഡ് ഇഞ്ചസ് ആണ്. അപ്പൊ ലെങ്ത്തിന്റെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് മെട്രിക് സിസ്റ്റത്തിൽ. അപ്പൊ നമുക്ക് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളത് മില്ലിമീറ്റർ തന്നെയാണ്. ബട്ട് ഹിയർ മില്ലിമീറ്റർ തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഏറ്റവും സ്മോളസ്റ്റ് തന്നിരിക്കുന്നതിൽ അത് വെച്ച് സെന്റിമീറ്റർ ആണ് അല്ലെ. നമുക്കറിയാം സെന്റിമീറ്റർ, അതായത് മില്ലിമീറ്റർ ആണ് ഏറ്റവും ചെറുത്. 10 മില്ലിമീറ്റർ എന്ന് പറയുന്നതാണ് 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് ലെങ്ത്തിൽ വരുന്ന യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ഇഞ്ചും ഒന്ന് ഫീറ്റും ആണ് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ. ആൻഡ് 1 ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 2.54 സെന്റിമീറ്റർ ആണ് 1 ഇഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് 1 ഫീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇസ് 30.48 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി ഇഞ്ചും ഫീറ്റും നോക്കുകയാണെങ്കിൽ 1 ഫൂട്ട് എന്ന് പറയുന്നതാണ് 12 ഇഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം യൂണിറ്റ്സ് ആൻഡ് മെൻഷുറേഷൻ എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ യൂണിറ്റ് കൺവേർഷൻ ഒക്കെ കുറെയൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പഠിച്ചു വെക്കാം. നമ്മൾ യൂണിറ്റ്സിന്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ പറ്റിയിട്ട് അറിയില്ലെങ്കിൽ നിങ്ങൾ അത് കാണുക കേട്ടോ. Then next question is a 20-meter chain is generally divided into dash links. Okay, നമ്മൾ ചെയിൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് മെയിൻലി മെട്രിക് ചെയിൻ, ഗണ്ടേഴ്സ് ചെയിൻ, എഞ്ചിനീയേഴ്സ് ചെയിൻ, റവന്യൂ ചെയിൻ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചെയിൻ ഉണ്ട്. മെട്രിക് ചെയിൻ എടുക്കുകയാണെങ്കിൽ മെട്രിക് ചെയിൻസ് ആർ അവൈലബിൾ ഇൻ ഡിഫറെന്റ് ലെങ്ത്, അതായത് 5 മീറ്ററിൽ, 10 മീറ്ററിൽ, 20 മീറ്ററിലും 30 മീറ്ററിലും ഒക്കെ അവൈലബിൾ ആണ്. ബട്ട് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഈസ് 20 മെട്രിക് ചെയിൻ ആൻഡ് 30 മെട്രിക് ചെയിൻ. ഇനി 20 മെട്രിക് ചെയിൻ എടുക്കുകയാണെങ്കിൽ അതിൽ ടോട്ടൽ എത്ര നമ്പർ ഓഫ് ലിങ്ക്സ് ആണുള്ളത്, 100 നമ്പർ ഓഫ് ലിങ്ക്സ് ആണുള്ളത്. 30 മെട്രിക് ചെയിൻ ആണെങ്കിലോ ടോട്ടൽ 150 നമ്പർ ഓഫ് ലിങ്ക്സ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി ഒരു മീറ്റർ എന്ന് പറയുന്നത് 5 ലിങ്ക്സ് കൂടുമ്പോഴാണ് 1 മീറ്റർ ആവുന്നത്. ഓക്കെ, ആൻഡ് 1 ലിങ്ക് എന്ന് പറയുന്നത് 20 സെന്റിമീറ്ററും ആണ്. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിക്കേ, 20 സെന്റിമീറ്റർ ഉള്ള 5 ലിങ്ക്സ് ചേർന്നപ്പോൾ 100 സെന്റിമീറ്റർ, അതായത് 1 മീറ്റർ ആയി. ഓക്കെ, അതാണ് 1 മീറ്റർ എന്ന് പറയുന്നത്. 5 ലിങ്ക്സ് എന്ന് പറയുന്നത്, ഒരു ലിങ്ക് 20 സെന്റിമീറ്റർ ആണ്. ഇനി നമ്മൾ ഒരു മെട്രിക് ചെയിൻ എടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് ദ നീഡിൽ, ദിസ് ഈസ് ദ ബ്രാസ് ഹാൻഡിൽ. ഓക്കെ, ദിസ് ഈസ് ദ ചെയിൻ. അപ്പം ഇതില് 1 മീറ്റർ ആവുമ്പോൾ, ഓക്കെ, 1 മീറ്റർ ആകുമ്പോൾ നമ്മൾ ഒരു ബ്രാസ് റിങ് കൊടുക്കും. ഓക്കെ, ഒരു ബ്രാസ് റിങ് കൊടുക്കും. അതേപോലെ തന്നെ 5 മീറ്റർ ആവുമ്പോൾ ഒരു ടാലി പ്രൊവൈഡ് ചെയ്യും. ഒരു മെറ്റൽ പ്ലേറ്റ് ആണ് ഈ ടാലി എന്ന് പറയുന്നത്. ഈ ടാലി എന്ന് പറയുന്നത് സിംഗിൾ ടാലിയാണ്. 5 മീറ്ററിൽ നമ്മൾ കൊടുക്കുന്ന സിംഗിൾ ടാലിയാണ്. ഇനി 10 മീറ്റർ ആകുമ്പോൾ നമ്മൾ എന്താ കൊടുക്കുന്നത്, 10 മീറ്റർ ആകുമ്പോൾ ഡബിൾ ടാലിയാണ് കൊടുക്കുന്നത്. ഓക്കെ, 2 ടീത്തുള്ള ടാലി, അങ്ങനത്തെ 2 ടീത്തുള്ള ടാലിയാണ് കൊടുക്കുന്നത്. ദെൻ ഡബിൾ ടാലി കൊടുക്കും. ദെൻ 15 മീറ്റർ ആകുമ്പോഴോ, 15 മീറ്റർ ആകുമ്പോൾ നമ്മൾ ടാലി വിത്ത് 3 ടീത്ത് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് 2 സൈഡിൽ നിന്നും കൊടുക്കും കേട്ടോ, ഈ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും കൊടുക്കും. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കുക. 1 മീറ്ററിൽ ഒരു ബ്രാസ് റിങ്, 5 മീറ്ററിൽ ഒരു സിംഗിൾ ടാലി, 10 മീറ്ററിൽ ഡബിൾ ടാലി, 15 മീറ്ററിലാണെങ്കിൽ ടാലി വിത്ത് 3 ടീത്തും ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ക്വസ്റ്റ്യനിൽ 20 മെട്രിക് ചെയിൻ ആണെങ്കിൽ വിച്ച് ഈസ് ഡിവൈഡഡ് ഇൻടു എത്രയാണ്, 100 നമ്പർ ഓഫ് ലിങ്ക്സ് ആണ്, 100 നമ്പർ ഓഫ് ലിങ്ക്സ്. 30 മെട്രിക് ചെയിൻ ആയിരുന്നെങ്കിൽ 150 നമ്പർ ഓഫ് ലിങ്ക്സും ആണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ലെങ്ത് ഓഫ് 1 ലിങ്ക്. ഓക്കെ, 1 ലിങ്ക് ഈസ് ജനറലി, നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു ഒരു ലിങ്ക് എന്ന് പറയുന്നത് എത്രയാണ്, 20 സെന്റിമീറ്റർ ആണ് അല്ലെ. 1 ലിങ്ക് ഈസ് 20 സെന്റിമീറ്റർ ആണ്, അതായത് 200 mm ആണ്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഡാഷ് റേഞ്ചിങ് ദ എൻഡ് സ്റ്റേഷൻസ് ആർ നോട്ട് ഇന്റർവിസിബിൾ. ഓക്കെ, അപ്പൊ അവിടെ ഓപ്ഷൻസ് കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഡയറക്റ്റ്, ഒബ്ലിക്, ഇൻഡയറക്റ്റ് ആൻഡ് ഡിഫറൻഷ്യൽ. അപ്പൊ ഇത് റേഞ്ചിങ്ങിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റേഞ്ചിങ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ എന്താ ഉദ്ദേശിക്കുന്നത്, അതായത് ഇപ്പൊ നമ്മള് എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, നമ്മൾ എടുത്തിരിക്കുന്നത് 20 മെട്രിക് ചെയിൻ ആണ്. ആൻഡ് നമ്മളിപ്പോ ഈ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ
ഈ 20 മെട്രിക് ചെയിനിന്റെ ഉള്ളിലാണ് എയും ബിയും പറഞ്ഞെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാം. പക്ഷേ ഈ 20 മെട്രിക് ചെയിൻ എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആണെങ്കിൽ, ഓക്കെ, അതായത് 20 മെട്രിക് ചെയിൻ ഇത് ഇത്രയേ ഉള്ളൂ, അതായത് എയുടെയും ബിയിനേക്കാളും ചെറുതാണ് 20 മെട്രിക് ചെയിൻ എങ്കിൽ നമുക്ക് എന്താണ്, നമ്മൾ ഒരു ഈ എയും ബിയും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു പോയിന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ലെറ്റ് ഇറ്റ് ബി സി. ഇതുപോലെ, അതായത് നമുക്ക് രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഇന്റർമീഡിയറ്റ് പോയിന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റേഞ്ചിങ് എന്ന് പറയുന്നത്. ആ ഒരു ഓപ്പറേഷനാണ് റേഞ്ചിങ് എന്ന് പറയുന്നത്. റേഞ്ചിങ് രണ്ട് രീതിയിലുണ്ട്, ഒന്ന് ഡയറക്റ്റും ഒന്ന് ഇൻഡയറക്റ്റും. ഓക്കെ, ആൻഡ് ഈ ഡയറക്റ്റ് റേഞ്ചിങ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ എയും ബിയും പരസ്പരം വിസിബിൾ ആണ് എങ്കിൽ, ഇഫ് ദ എ ആൻഡ് ബി ആർ ഇന്റർ വിസിബിൾ അത് ഡയറക്റ്റ് റേഞ്ചിങ്ങും, ഇഫ് എ ആൻഡ് ബി ആർ നോട്ട് ഇന്റർ വിസിബിൾ അത് ഇൻഡയറക്റ്റ് റേഞ്ചിങ്ങും ആണ്. അപ്പൊ നമുക്കറിയാലോ ദ എൻഡ് സ്റ്റേഷൻസ് ആർ നോട്ട് ഇന്റർ വിസിബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് ഇൻഡയറക്റ്റ് റേഞ്ചിങ് ആണ്. ഇൻഡയറക്റ്റ് റേഞ്ചിങ്ങിന്റെ മറ്റൊരു പേരാണ് റെസിപ്രോക്കൽ റേഞ്ചിങ് എന്നും. ഓക്കെ, അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻവാർ ടേപ്പ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആൻ അലോയ് ഓഫ് സ്റ്റീൽ. നമുക്കറിയാം ഇൻവാർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ അലോയ് ഓഫ് എന്തൊക്കെയാണ്, സ്റ്റീൽ ആൻഡ് നിക്കൽ. ഓക്കെ, സ്റ്റീലിന്റെയും നിക്കലിന്റെയും അലോയ് ആണ് ഇൻവാർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരാം. ഒരു കാര്യം നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കണം, ഇൻവാർ എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് 64% സ്റ്റീലും 36% നിക്കലും ആണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇതും ഇങ്ങനെയും ചോദിക്കാറുണ്ട്. Okay, next question, the process of marking intermediate points on a survey line is called. നമ്മൾ ഇപ്പൊ പറഞ്ഞോളൂ, intermediate points establish ചെയ്യുന്നതിനെയാണ് നമ്മൾ ranging എന്ന് പറയുന്നത്. Okay, then other options നോക്കുകയാണെങ്കിൽ ചെയിനിങ്. നമുക്കറിയാം ചെയിനോ ടേപ്പോ ഉപയോഗിച്ചിട്ട് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ചെയിനിങ് എന്ന് പറയുന്നത്. ദെൻ കോണ്ടൂറിങ് എന്ന് പറയുന്നത് എന്താണ്, നമുക്കറിയാം കോണ്ടൂർ മാപ്പ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നമ്മൾ എന്തിനാ കോണ്ടൂർ മാപ്പ് പ്രിപ്പയർ ചെയ്യുന്നത്, ഒരു പെർട്ടിക്കുലർ ഏരിയയുടെ ടോപ്പോഗ്രഫി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ നമ്മൾ എടുത്തിരിക്കുന്ന ലാൻഡ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയുടെ ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോണ്ടൂർ മാപ്പ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ കോണ്ടൂർ മാപ്പ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കോണ്ടൂർ ലൈൻസ് ട്രേസ് ചെയ്യും. ഓക്കെ, ഇതുപോലെയാണ് കോണ്ടൂർ ലൈൻസ് ഇരിക്കുക. അതായത് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു ഇഫ് ദിസ് ഈസ് എ ടോപ്പോഗ്രഫി, ഇതൊരു ഹില്ലാണല്ലോ, അപ്പൊ ഇതിലെ ഓരോ പോയിന്റ്സിന്റെയും കോണ്ടൂർ ലൈൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതായത് ഈ ഓരോ പോയിന്റ്, ഇപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ പോയിന്റ്സിനും എന്താണ്, സെയിം എലിവേഷൻ ആണ്. അങ്ങനെ സെയിം എലിവേഷൻ ഉള്ള പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന ലൈനിനെയാണ് കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കോണ്ടൂർ ലൈൻ എന്താണ്, ഇറ്റ്സ് എൻ ഇമാജിനറി ലൈൻ കണക്ടിങ് ദ പോയിന്റ്സ് ഹാവിംഗ് സെയിം എലിവേഷൻ. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എല്ലാ പോയിന്റ്സും സെയിം എലിവേഷൻ ആണ്. അപ്പൊ ഇതിന്റെ ഒരു കോണ്ടൂർ ലൈൻ നമ്മൾ ഇങ്ങനെ ഡ്രോ ചെയ്തു. ഓക്കെ, ആൻഡ് ഇവിടെ അടുത്ത സെക്ഷനിലുള്ള കോണ്ടൂർ ലൈൻ വന്നു. ദെൻ ഇതിന്റെ ഇങ്ങനെ. ഓക്കെ, ഇതിങ്ങനെയാണ് നമ്മൾ കോണ്ടൂർ ലൈൻസ് ട്രേസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കോണ്ടൂർ മാപ്പ് പ്രിപ്പയർ ചെയ്യും. ആ പ്രോസസ്സിനെയാണ് ദ പ്രോസസ് ഓഫ് ട്രേസിംഗ് കോണ്ടൂർ ലൈൻസ് ഓൺ ദി സർഫസ് ഓഫ് എർത്ത് സർഫസിൽ ഇതേപോലെ കോണ്ടൂർ ലൈൻസ് ട്രേസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ കോണ്ടൂറിംഗ് എന്നും പറയും. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 100 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് പറയുന്നത് വളരെയധികം ഒരു എക്സാമിന് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് വേറെയും അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ പറയുന്നുണ്ട്. ഒരു 100 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ ഓപ്ഷൻസ് കൂടെ ഒക്കെ അടക്കം ഒരു മിനിമം ഒരു 300 to 400 ക്വസ്റ്റ്യൻസിന് ഉള്ള ആൻസേഴ്സ് നമ്മൾ ഓൾറെഡി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ തന്നെ പഠിക്കണം. അതാണ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ്. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പഠിക്കാനുള്ളതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നതും അത് തന്നെയാണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ വെറുതെ ഒരു ഓപ്ഷൻസ് മാത്രം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പോകുന്നതിനും അപ്പുറം അതിൽ ഓരോ ഓപ്ഷൻസും ആ ടോപ്പിക്കിനെ പറ്റിയിട്ടും മനസ്സിലാക്കി പോകുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ടും കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ. അപ്പോൾ ശരിക്കും നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുക, അതിന്റെ ഓപ്ഷൻസ് മനസ്സിലാക്കുക, അങ്ങനെ അതിന്റെ മറ്റു ഓപ്ഷൻസിനെ പറ്റിയിട്ടും അറിയുക. അതൊക്കെ നിങ്ങൾക്ക് വളരെയധികം ബെനിഫിഷ്യൽ ആവും എക്സാമിന്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.